ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഒരു ചെക്ക് ലിസ്റ്റ് ഷോർട്ട് വീഡിയോ ആയിട്ട് പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞത് ചുവരിൽ വേണമെങ്കിൽ ഒട്ടിച്ച് വയ്ക്കാം, അല്ലെങ്കിൽ ലാപ്പിൽ എവിടെയെങ്കിലും വയ്ക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വാച്ച് ലിസ്റ്റിൽ താഴെ നോട്ട് എന്നൊരു സാധനമുണ്ട്, നോട്ടിനകത്ത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് വയ്ക്കാം. ഇവിടെ താഴെ കാണും, ഇതാക്കിയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാം. അല്ലെങ്കിൽ അതും പറ്റാത്തവർക്ക് നമുക്കിവിടെ ഒരു ഇൻഡിക്കേറ്റർ, ഇപ്പോൾ ഞാനിപ്പം എടുത്തിരിക്കുന്നത് സ്റ്റിക്കി നോട്ട്സ് ചെക്ക് ലിസ്റ്റ് ടു ഡു ജേണൽ അൽഗോട്ട് എന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. അത് നമുക്ക് ഇതേപോലെ ചെക്ക് ലിസ്റ്റ് എന്ന് കൊടുക്കാം, എന്ത് വേണമെങ്കിലും മാറ്റാം, കളർ കൊടുക്കാം. അതുപോലെ ഈ ടിക്കിട്ടിരിക്കുന്ന ഈ പച്ച കളർ ടിക്കിട്ടിരിക്കുന്ന പിന്നെ വൈറ്റ് ആയിട്ടാണ് കാണുന്നത്. നമ്മൾ ടിക്കിടുമ്പോൾ മാത്രമേ ഗ്രീൻ കളർ ആവുള്ളൂ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ടിക്കിട്ട് ഗ്രീൻ കളർ ആയതിനു ശേഷം മാത്രമേ നമ്മൾ എടുക്കാവൂ. ഓക്കെ, ഞാനിവിടെ ടാർഗറ്റ് എന്ന് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ മടിയന്മാരായിട്ട് ചെയ്യത്തില്ല, അതുകൊണ്ട് ഇന്നത്തെ ഡേറ്റിലുള്ള ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ടാർഗറ്റ് ഏരിയ എത്രയാണെന്നുള്ളത്, പിന്നെ 1 ഹവർ സ്ട്രക്ചർ, മണിക്കൂറിലുള്ള സ്ട്രക്ചർ ചെക്ക് ചെയ്യാനും ഓപ്പൺ ഇൻട്രസ്റ്റും മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സും ന്യൂസും ഒക്കെ അനലൈസ് ചെയ്യണം. അതും 9 മണിക്ക് മുമ്പ് തന്നെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത് സപ്പോർട്ടാണ്. സപ്പോർട്ട് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്, 24,400. പിന്നെ അത് ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ചിട്ടും നമ്മുടെ സ്ട്രാറ്റജി വെച്ചിട്ടും ഒക്കെ ഉള്ള സപ്പോർട്ടാണ് നോക്കിയത്. അടുത്ത് എൻട്രി കൊടുത്തിട്ടുണ്ട്, എൻട്രി എടുക്കേണ്ട ഏരിയ ഏതെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പേഷ്യൻസും ഡിസിപ്ലിനും ആയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ഫോർ ദ എൻട്രി ഏരിയ വരുന്നവരെ പേഷ്യൻസും ഡിസിപ്ലിൻ ആയിരിക്കുക. എൻട്രി ഉള്ളിയ ബിസിനസ് സ്ട്രാറ്റജി, ഒരു ബിസിനസ് സ്ട്രാറ്റജി മാത്രമായിട്ട് എൻട്രി എടുക്കേണ്ടിയിട്ടുണ്ട്. മോഷൻസോ ഓവർട്രേഡോ അങ്ങനെയൊന്നും കോമയോ ഒന്നും വരാത്ത രീതിയിൽ വേണം ബിസിനസ് സ്ട്രാറ്റജി മാത്രം ഇൻക്ലൂഡ് ചെയ്യുക. അതായത് നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് നമ്മൾ എൻട്രി എടുത്തു, SL വെച്ചു, ടാർഗറ്റ് വെച്ചു. ഇതാണ് ഒരു ബിസിനസ് സ്ട്രാറ്റജി. ഇത്രയേ ഉള്ളൂ. അവിടെ വേറെ നോൺ ഇമോഷൻ, മാർക്കറ്റ് എങ്ങോട്ട് പോവുകയും ചെയ്തോട്ടെ, നഷ്ടം നമുക്കറിയാം എത്ര രൂപ നഷ്ടം വരും, പ്രോഫിറ്റ് വന്നാൽ അറിയാം എത്ര പ്രോഫിറ്റ്. അങ്ങനെ ചെയ്ത് പോയി പഠിക്കുക കേട്ടോ, എക്സ്പീരിയൻസ് കുറവുള്ളതാണ്. ക്വാണ്ടിറ്റി ആഡ് ഓൺലി ദ ഡയമണ്ട് സ്ട്രാറ്റജി ആൻഡ് ട്രയലേഴ്സ് അല്ല. ഡയമണ്ട് സ്ട്രാറ്റജിയെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, പിന്നെ ട്രയലേഴ്സിലുമാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അടുത്ത് സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 24. അത് SL മേക്ക് എ ട്രയൽ SL നെക്സ്റ്റ് സിങ് ലോ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ലോസ് ക്ലോസ് ദ P&L സ്ട്രിക്റ്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എൻട്രി എടുത്തില്ല കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്ത് വെക്കുക എന്നുള്ളത്. എക്സ്പീരിയൻസ് കുറവുള്ളവർക്ക് കേട്ടാ. ഡു ഇറ്റ് റെഗുലർ എന്ന് എഴുതിയിട്ടുണ്ട്, കുറച്ച് എഴുതിയിട്ടുണ്ട്. ഡു ദ യോഗ, മെഡിറ്റേഷൻസ് ആൻഡ് അഫർമേഷൻസ്. ഇഫ് യു ഡോണ്ട് ഹാവ് എ ഗുഡ് മൈൻഡ് സെറ്റ് ഡോണ്ട് ട്രൈ ഇറ്റ്. നമ്മുടെ മൈൻഡ് സെറ്റ് ശരിയല്ല എങ്കിൽ ഇത് എടുക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്. ടേക്ക് ഫസ്റ്റ് പ്രോഫിറ്റ്, ഹാപ്പി ടു ടേക്ക് എ ബ്രേക്ക്. ഇത് നമ്മൾ ഒരു ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റായി നമ്മൾ ഉടനെ അടുത്ത ട്രേഡ് ചാടിക്കറി എടുക്കാതെ ഒന്ന് ബ്രേക്ക് എടുക്കുക, ഒന്ന് കോഫി കുടിക്കുക, ചായ കുടിക്കുക, അല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ നോക്കുക, ഫ്രണ്ട്സിനോടോ ഫാമിലിയോട്ടോടൊക്കെ സംവദിക്കുക. ഓക്കെ, പിന്നെന്താണ്, ഈച്ച് എൻട്രി ഈസ് എ ഫ്രഷ് എൻട്രി. ഓരോ എൻട്രിയും പുതിയ എൻട്രി ആയിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം അടുത്ത എൻട്രി എടുക്കുക. അത് ഒരു എൻട്രി എടുത്തു, പ്രോഫിറ്റ് കിട്ടി, അടുത്ത് വീണ്ടും ചാടിക്കേറി എടുക്കുകയല്ല വേണ്ടത്. വീണ്ടും ഇതെല്ലാം നോക്കണം, സ്ട്രക്ചറും ന്യൂസും സെൻറ്റിമെൻസും എല്ലാം തന്നെ നോക്കിയിട്ട് വേണം അടുത്ത എൻട്രി എടുക്കാൻ. ലോസ് വന്നാലും ശരി തന്നെ, ഈ ഫീറ്റിൽ SL ടേക്ക് എ ബ്രേക്ക് ആൻഡ് ചെക്ക് 1 ഹവർ ചാർട്ട്. നമ്മൾ വീണ്ടും ചാർട്ട് പോയിട്ട് സ്ട്രക്ചർ നോക്കണം, അതിൻ്റെ ട്രെൻഡ് നോക്കണം, എല്ലാം നോക്കി ഓക്കെ ആയി ചെക്ക് ലിസ്റ്റ് ടിക്ക് ഇട്ടിട്ട് വേണം അടുത്ത എൻട്രി പോലും എടുക്കുവാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ലിസ്റ്റ് ചാർട്ടിൻ്റെ കൂടൊപ്പം തന്നെ കാണാം, എഴുതി വെച്ചാലും ഒന്ന് നോക്കണമെന്നില്ല. ചാർട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഇതെല്ലാം നിങ്ങൾ ഒന്ന് നോക്കുകയെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ഒരു ലോസ് അടിക്കുമ്പോഴെങ്കിലും നിങ്ങൾ നോക്കും, അത് അടുത്ത ട്രേഡെങ്കിലും ഇത് നോക്കിയിട്ട് ചെയ്യാൻ നോക്കും, അപ്പോൾ ഒന്നുകിൽ ഈ നോട്ടിൻ്റെ കൂടെ എഴുതുക, വാച്ച് ലിസ്റ്റിൽ നമ്മൾ നോട്ട് പാഡിൻ്റെ കൂടെ എഴുതി കഴിഞ്ഞാൽ, വാച്ച് ലിസ്റ്റിൻ്റെ കൂടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് വലത് സൈഡിൽ വാച്ച് ലിസ്റ്റ് എടുക്കുമ്പോൾ രാവിലെ ഒക്കെ ഹൈഡ് ചെയ്യാൻ പറ്റും, ഓക്കെ ആക്കാൻ പറ്റും. നമ്മളെ ഇത് എന്താണ്, ചാർട്ട് കൂടുതൽ വലുതാക്കി കാണാൻ പറ്റും. വാച്ച് ലിസ്റ്റ് എന്ന രീതിയിൽ നമുക്കിവിടെ
നോട്ടും കാണാൻ പറ്റും. അല്ല ഇൻഡിക്കേറ്റർ അപ്പോൾ കൂടുതൽ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് സൗകര്യമായിട്ടാണ് ഞാനിപ്പോൾ ഈ വാച്ച് ലിസ്റ്റിന് താഴെ നോട്ട് പാഡിൽ എഴുതുന്ന കാര്യം ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ.